ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു സ്ലൈം ബോട്ടിൽ കൊണ്ട് ഒരു ഡസ്റ്റ് ഡെക്കർ ഉണ്ടാക്കാം. വെറും ഡസ്റ്റ് ഡെക്കർ അല്ല, ഒരു പൈനാപ്പിൾ ഡസ്റ്റ് ഡെക്കർ. ഓൾറെഡി ഇതൊരു പൈനാപ്പിൾ ഷേപ്പുള്ളൊരു ബോട്ടിലാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല പൈനാപ്പിൾ ഡസ്റ്റ് ഡെക്കർ ആണെന്നുള്ള കാര്യം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് യെല്ലോ ആക്രിലിക് പെയിൻറ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുറം ഭാഗത്ത് പെയിൻറ് അടിച്ചു കൊടുക്കുന്നതിനേക്കാളും കാണാൻ ഭംഗിയും ഫിനിഷിങ്ങും പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ടും കൂടെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും പെയിൻ്റ് ആവുന്നത്. നമ്മൾ പെയിൻറ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ പെയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോൾ ഭാഗത്തുള്ള ആ ചെടി പോലത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോം ക്ലേ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനെന്തിനാ ഈ ഒരു പിങ്ക് ക്ലേ എടുത്തതെന്ന്. കാരണം എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ എത്രാമത്തെ തവണ ഞാൻ ക്ലേ മേടിക്കുന്നത് അറിയില്ല. ഇതെവിടെ ഒളിപ്പിച്ച് വെച്ചാലും എൻ്റെ മോളെ കണ്ണുപെടാത്തൊരു സ്ഥലമില്ല. അവൾക്ക് ഈ ക്ലേ കണ്ടാൽ അപ്പം എന്നെ കാണാതെ മോഷ്ടിച്ചു കൊണ്ടുപോകും. അപ്പോൾ പിന്നെ കയ്യിലുള്ളൊരു കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ട് ഇതൊരു ഇലേൻ്റെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ നീളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒരു പുല്ലിൻ്റെ ഒക്കെ ഷേപ്പാക്കി എടുക്കുക. അതുപോലെ അത് മൊത്തം ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് നേരെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ 2-3-4 പീസ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഉള്ളിലും കൂടെ വെച്ച് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഇവിടെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നൈഫ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ചെടി പോലെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ഇനി നമുക്ക് ഒരു ഗ്രീൻ കളറ് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കൊടുത്ത പെയിൻറ്റ് കുറച്ച് ഡാർക്കായിപ്പോയി. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കി കൊടുത്തു. ഞാനിത് മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡസ്റ്റ് ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.